ലോകത്തിലേക്ക് കടന്നു വന്നു. എന്താണ് ഇരുട്ടിന് കാരണമെന്ന് പറയുന്നത്? ആദം ഹവ്വമാരെ ഏദൻ പർദീസയിൽ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ഇരുട്ടിന്റെ അധികാരിയായ പിശാചിനെ ഈ ആദം ഹവ്വമാർ അനുസരിച്ച് മുഖേനയായിട്ട്, അവർ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാത്തത് മുഖേനയായിട്ട് അവർ ഇരുട്ടിന്റെ അധികാരിയായ പിശാചിന് അടിമപ്പെടുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്കറിയാവോ, എല്ലാ സായങ്കാലങ്ങളിലും അതേ ദൈവത്തിന്റെ സാന്നിധ്യം ഏദൻ പർദീസയിൽ കടന്നു വന്നിരുന്നു. എന്നാൽ അന്ന് വൈകുന്നേരം ദൈവം ഏദൻ പർദീസയിൽ അത് ഇറങ്ങി വന്നപ്പോൾ ആദാമിനെയും ഹവ്വയെയും കാണുന്നില്ല. അവർ പാപനിമിത്തം ഇരുട്ടിൽ അവർ അത് തപ്പിത്തടയുന്ന ഒരു അനുഭവത്തിലേക്ക് മാറിപ്പോയിരുന്നു. എന്നാൽ ദൈവം അവരെ വിളിച്ചു, ആദാമേ നീ എവിടെ? അത് കാണിക്കുന്നത് പാപത്തിൽ വീണ മനുഷ്യനെ വിളിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. ഇന്ന് ഈ പ്രദേശത്ത്, ഈ വൈപ്പിൻകരയിലും സ്നേഹിതരെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നിങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട്, ഇരുട്ടിലായിത്തീരുമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ പാപത്തിൽ നിന്ന്, നിങ്ങൾ മൂടിയിരിക്കുന്ന ശാപത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്താൽ മതി, എന്തൊരു ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന്റെ താഴെ കടന്നു പോകുന്ന താങ്കളെ കരം പിടിക്കാൻ കഴിവുള്ള യേശു ഇന്നും ജീവിക്കുകയാണ്. ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ നമുക്ക് പാപമോചനവും നിത്യജീവനും സൗജന്യമായി ദൈവം ഒരുക്കുകയാണ്. അതത്ര സുവിശേഷം. തിരുവചനം പറയുന്നു, 5 കോടതികൾ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും യേശുവിൽ ഒരു തെറ്റും കണ്ടില്ല. എന്നിട്ടും യേശു കർത്താവ് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, താങ്കൾ മരിക്കേണ്ട സ്ഥാനത്ത് പാപത്തിന്റെ സൃഷ്ടിയായ മരണം യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. കർത്താവ് പറഞ്ഞു, സകല നിവൃത്തിയായി ഈ പാപമോചനത്തിന് വേണ്ടി നീ കർമാദികളൊന്നും ചെയ്യേണ്ടതില്ല. യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ നീ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടും. ആ യേശു കർത്താവ് സ്നേഹത്തോടെ നിങ്ങൾ വിളിക്കുക. ആ യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുക. തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കാനായിട്ട് ആ കർത്താവ്, ആ യേശു വാനമേഘങ്ങളിൽ വരാൻ സമയമായി. സ്നേഹിതരെ, ആ യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമോ? നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു പൈസ പോലും മുടക്കണ്ട. ഈ ലോകത്തുള്ള മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്, മതപുരോഹിതന്മാരെല്ലാം പറയുന്നത്, പണം കൊടുക്കുമ്പോൾ, പണം കൊടുത്ത് മോക്ഷം പ്രാപിക്കാം, പാപമോചനം മേടിക്കാം എന്ന് പറയുമ്പോൾ ബൈബിൾ പറയുന്നു അത് വില കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ അത് പ്രവൃത്തികളും കാരണമല്ലാന്ന് ദൈവത്തിന്റെ വചനം പറയുക. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയത്ത് ഞങ്ങൾ ഈ വൈപ്പിൻകരയിലെ കാളമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഈ സുവിശേഷം നിങ്ങളുടെ അടുക്ക വീണ്ടും കൈമാറുമ്പോൾ സ്നേഹിതരെ, നിങ്ങൾ തകർന്നു പോകേണ്ടതില്ല. നിങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിച്ച തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തെ യേശുവിനായി നിങ്ങൾക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ കൂടെ